മുത്തുമണികളെ വെൽക്കം ബാക്ക് ടു മഞ്ഞു പോലൊരു ഫാമിലി വ്ളോഗ്സ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ജീന. നമ്മുടെ ഫാമിലിയിലെ ഏറ്റവും പുതിയൊരു ലേറ്റസ്റ്റ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ട്രാവൽ വ്ളോഗാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നമ്മൾ കുറച്ച് വിഷ്വൽസ് ഒക്കെ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ എല്ലാവരും എവിടെയാണ് ജീന പോയത്, എന്താണ് വിശേഷങ്ങൾ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പം ഒറ്റൊരു വീഡിയോയിൽ തന്നെ മൊത്തമായി ഉൾപ്പെടുത്താൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഉൾപ്പെടുത്താം. അതല്ല എന്നുണ്ടെങ്കിൽ മുഷിപ്പിക്കാതെ ഒരു സെക്കൻഡ് പാർട്ടായിട്ടാണെങ്കിലും ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അത് എത്തിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ അനീഷേട്ടനും മിന്നിക്കുട്ടി ഇപ്പോൾ ഇത് എവിടെയാണ്, നമ്മൾ എവിടെ നിന്നാണ് യാത്ര തുടങ്ങിയത്, എവിടെയാണ് നമ്മൾ എത്തിച്ചേർന്നത്, എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ കാണാൻ പറ്റും. നമ്മുടെ കൂടെ എപ്പോഴുമുള്ള മുത്തുമണികൾ എല്ലാ തവണയും ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾ വീഡിയോസ് കൃത്യമായി കാണുക. അതുപോലെ നമുക്ക് ഇതിനിടയ്ക്ക് വരുന്ന പരസ്യങ്ങൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അത് നമുക്ക് വേണ്ടി നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുന്ന കാര്യമാണ്. കണ്ട് പ്രോത്സാഹിപ്പിക്കുക, വിലയേറിയ അഭിപ്രായങ്ങൾ സജഷൻസ് പറയുക. ആദ്യമായി വീഡിയോസ് കാണുന്ന മുത്തുമണികളുണ്ടെങ്കിൽ ഈ വിഷ്വൽ ഒന്ന് ക്ഷമയോടെ കാണുക. നമ്മുടെ പരിമിതമായ സാഹചര്യത്തിൽ നമ്മൾ എടുത്തു തരുന്ന കാഴ്ചകളാണ്. കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് കൂട്ടാക്കുക, മറ്റുള്ളവരിലേക്ക് നമ്മുടെ ചാനൽ ഒന്ന് എത്തിക്കുക. അപ്പം അധികം മുഷിപ്പിക്കാതെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ കാഴ്ചകളിലേക്ക് കടക്കാം. നിങ്ങൾ വായോ. ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അല്പ സമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്. From Kollam to Secunderabad Special Express will arrive shortly on platform number 1. Yatragaras will arrive shortly on platform number 1. ട്രെയിൻ നമ്പർ 240 കൊല്ലത്ത് നിന്നും സെക്കൻഡ്. അങ്ങനെ നമ്മൾ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തത് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കേട്ടോ. നമ്മൾ താമസിക്കുന്ന അരൂർ എന്ന പ്ലേസിൽ നിന്ന് അത്യാവശ്യം നല്ല ദൂരമുണ്ട് നോർത്തിലേക്ക്. അങ്ങോട്ട് പോയ സമയത്ത് ട്രെയിനിൽ അധികം യാത്രക്കാരൊന്നും ഇല്ലാഞ്ഞതുകൊണ്ട് തന്നെ ഇരുന്നോ കിടന്നോ പോകാനുള്ള സൗകര്യം അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു കമ്പാർട്ട്മെൻറ്റിൽ വെച്ചിട്ട് എടുത്ത നല്ല വീഡിയോസൊക്കെ മുമ്പ് ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത മുത്തുമണികൾ ഉണ്ടെങ്കിൽ ഓടിപ്പോയി കണ്ട അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പം അങ്ങോട്ടേക്ക് പോയ സമയത്ത് എനിക്ക് ഒരുപാട് മെമ്മറീസ് എൻ്റെ മൈൻഡിലേക്ക് വരുന്നുണ്ടായിരുന്നു. നമ്മൾ ലാസ്റ്റ് സെമസ്റ്റർ MCA ഞാൻ പഠിച്ചിറങ്ങിയത് 2015 ആ സെമസ്റ്ററിൽ നമ്മൾ ക്യാമ്പസ് പ്ലേസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് പല കോളേജസിലും നമ്മൾ ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഇൻ്റർവ്യൂസ് ഒക്കെ ആയിട്ട് നമ്മൾ പോയതും ആ ഒരു ഫ്രണ്ട്സിനൊപ്പമുള്ള യാത്രയൊക്കെ എൻ്റെ മൈൻഡിലേക്ക് വന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ബസ് യാത്രയെക്കാളും എപ്പോഴും ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ട്രെയിൻ യാത്രയാണ്. അധികം യാത്ര ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നെക്കാളും കൂടുതൽ അനീഷേട്ടൻ ട്രെയിൻ യാത്ര ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ എനിക്ക് ബസ്സിൽ ലോങ് ഒക്കെ പോയി കഴിഞ്ഞാൽ നന്നായിട്ട് ഛർദ്ദിക്കുന്നൊരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രെയിൻ യാത്രയാണ് എനിക്കിഷ്ടം. എന്നെപ്പോലെ ഈ ഒരു ഇഷ്ടം കാര്യങ്ങളൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബസ്സിലൊക്കെ പോകുമ്പോൾ ഛർദ്ദിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രെയിൻ യാത്രാ വിശേഷങ്ങൾ, നിങ്ങൾ എന്തുകൊണ്ടാണ് ട്രെയിൻ യാത്ര ഇത്ര ഇഷ്ടപ്പെടുന്നത്, ആ കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. സോ യാത്ര ചെയ്യുന്ന സമയത്ത് വാതിക്കൽ നിന്ന് ആരും യാത്ര ചെയ്യാതിരിക്കുക, നമ്മുടെ സേഫ്റ്റി ഉറപ്പുവരുത്തുക കേട്ടോ. മാളിലല്ലേ പോയിട്ടുള്ളൂ അല്ലേ? വണ്ടിയുടെ പേര് എന്താണെന്നറിയാമോ? ബസ്സല്ല ട്രെയിൻ. ബസ്സല്ല, ബസ് നമ്മൾ സാധാരണ കേൾക്കുന്നത് ട്രെയിനാ. ട്രെയിൻ പറഞ്ഞു, ട്രെയിൻ ട്രെയിൻ. നമ്മൾ ആക്ച്വലി എവിടെ പോയാലും പോകുന്ന വഴിക്ക് മാക്സിമം കാര്യങ്ങളൊക്കെ മിന്നിക്കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. സുഹൃത്തുക്കൾ, നിങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അമൃത ഹോസ്പിറ്റലാണ് കേട്ടോ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ യാത്രകളൊക്കെ പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരോട് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുക. അവർക്ക് ഇതൊക്കെ പുതിയ പുതിയ കാഴ്ചകളായിരിക്കും. എത്ര കാര്യങ്ങൾ നമ്മൾ പറയുന്നതെല്ലാം അവരുടെ ഉള്ളിലേക്ക് കയറുമെന്ന് എനിക്കറിയില്ല. പക്ഷേ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ മാക്സിമം നമ്മളും പറഞ്ഞു കൊടുക്കാൻ ശ്രദ്ധിക്കുക.
കൊച്ചിനെ കൊഞ്ഞനെ കുത്തി കാണിച്ചാണോ അനീഷേട്ട പഠിപ്പിക്കുന്നേ? നല്ല പേരന്റിങ് ആണല്ലോ. ഇങ്ങനെയാണോ പിള്ളേരെ പഠിപ്പിക്കണ്ടേ? പൊന്നു വാതിക്കലോട്ട് പോകരുത്, സീറ്റൊക്കെ കയറിയിരുന്നേ മിടിക്ക്. പൊന്നു ആരെയും കൊഞ്ഞനെയും കുത്തി കാണിക്കരുത് കേട്ടോ. പൊന്നു പൊന്നു ഡോറിങ്ങിലേക്ക് വന്നിരിക്കരുത് മമ്മി കുറേ തവണ പറഞ്ഞു. കോക്കാച്ചി ഒന്ന് പിടിച്ചോണ്ട് പോകും വാതിക്കന്ന് വന്നിട്ട്. ട്രെയിനിലൊക്കെ ആകുമ്പോൾ കോക്കാച്ചി ഓടി വരും. Okay. Okay. പോകുന്ന വഴിക്ക് അത്യാവശ്യം കാണാൻ കൊള്ളുന്ന ഒരുപാട് നല്ല പച്ചപ്പും ഹരിതാഫയൊക്കെ നിറഞ്ഞ നല്ലോണം വിഷ്വൽസ് ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ ആ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ബോറടിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മാക്സിമം ആ പോർഷൻസൊക്കെ ഒഴിവാക്കി വളരെ ഷോർട്ടായിട്ടുള്ള പോർഷൻസ് മാത്രം ഇടുന്നത് കേട്ടോ. അപ്പം കാണാൻ നല്ല രസമുള്ള ഒരുപാട് കാഴ്ചകൾ പോകുന്ന വഴിക്ക് ഉണ്ടായിരുന്നു. അപ്പം എന്താ പറയുക, ഇതൊക്കെ ആക്ച്വലി ഏതാ പ്ലേസെന്ന് കറക്റ്റായിട്ട് എനിക്കറിയില്ല. നമ്മൾ ഓരോ ജില്ലകൾ മാറി മാറി പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമുള്ള കാഴ്ചകളാണതേ. അപ്പം നമ്മൾ ട്രെയിനിലാണെങ്കിലും ബസ്സിലൊക്കെ ആണെങ്കിലും ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് സൈഡിൽ ഇങ്ങനെ വിൻഡോ സൈഡിൽ ഇരുന്നുകൊണ്ട് ഹെഡ്സെറ്റൊക്കെ വെച്ച് പാട്ടൊക്കെ കേട്ട് യാത്രകളൊക്കെ ആസ്വദിച്ച് പോകുന്ന ഒരു പ്രത്യേക എക്സ്പീരിയൻസ്. സാധാരണ എവിടെയൊക്കെ യാത്ര ചെയ്യുന്ന സമയത്തേ കുഞ്ഞുങ്ങളാണ് കിടന്നുറങ്ങാറുള്ളത്, അമ്മമാരാണ് നോക്കാറുള്ളത്. നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവൾ ഉറക്കത്തിലായിരുന്നെങ്കിലും പോകുന്ന വഴിയായപ്പോൾ തന്നെ എനിക്ക് നല്ല ഉറക്കം വന്നു. കാരണം തലേദിവസം ഞാൻ ഒട്ടും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവ എന്നോട് മടിയിൽ കിടന്നു, മമ്മി ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവളെന്നെ ഉറക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അധികം നേരം ഇറങ്ങിയില്ല, ഒരു അഞ്ച് മിനിറ്റ് കഷ്ടി ഞാൻ ഉറങ്ങിയും തോന്നി കേട്ടോ. അങ്ങനെ സുന്ദരമായ യാത്രയ്ക്ക് ശേഷം നമുക്ക് എത്തേണ്ട ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ എത്തി. നമ്മൾ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ വന്ന് ലാൻഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അനുഷേട്ടൻ അപ്പുറത്തേക്ക് പോയ സമയത്ത് ഞാനും മിന്നിക്കുട്ടിയും കൂടി അവിടെ ഇരിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ പാലക്കാട് വന്ന് എന്തൊക്കെ കാഴ്ചകളാണ് കണ്ടതെന്നൊക്കെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അല്ല ഒരുപാട് ലെങ്തായി പോവും. വീണ്ടും കാണുവരേക്കും ബൈ ബൈ.